ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. ഇപ്പോൾ എന്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഞങ്ങളപ്പോൾ ഒന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. പാലക്കാട് ഏട്ടൻ്റെ വീട്ടിൽ പൂജ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളൊരു 5:15 ആയപ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ ഇറങ്ങുന്ന സമയത്ത്. കണ്ടില്ല, റോഡൊക്കെ നല്ല ഇരുട്ടാണ്. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റൊക്കെ വന്ന സമയത്താണ് ഞാൻ പിന്നെ ബാക്കി വീഡിയോ എടുത്തിട്ടോ. ഏട്ടൻ 2 ചേച്ചിമാരും 2 ഏട്ടന്മാരാണ് കേട്ടോ. ഏട്ടൻ 5ാമത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ 5ആമൻ ഓമന കുഞ്ചു വേണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ വെറുതെ വെറുപ്പിക്കും കേട്ടോ. അപ്പോൾ 2ാമത്തെ ഏട്ടൻ്റെ വകയാണ് ഈ മാസം പൂജ. അപ്പോൾ ഓരോ മാസം ഓരോരുത്തരുടെ വകയായിരിക്കും കേട്ടോ പൂജ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പൂജ കേട്ടോ ഞങ്ങൾക്ക്. കഴിഞ്ഞ മാസം പൂജ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് വയ്യായികയായിരുന്നു, കാരണം ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പൂജയാണ് കേട്ടത്. എൻ്റെ അമ്മയുടെ തറവാട്ടിലും ഇതേപോലെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും പൂജ കഴിക്കാറുണ്ട്, ഓരോ മാസം അങ്ങനെ ഓരോരുത്തരാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് അവിടെയും പൂജയാണ്. ഇന്നത്തെ അവിടെ പൂജ കഴിക്കുന്നത് ഇന്ന് എൻ്റെ ഏട്ടൻ്റെ വകയാണ് കേട്ടോ പൂജ എന്നവിടെ. പക്ഷേ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടേക്ക് വരാവുന്ന കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നടക്കില്ല കേട്ടോ, ഒരുപാട് ദൂരമുണ്ട്. ഏട്ടൻ്റെ വീട് ഇവിടെ നല്ല പള്ളിയാണ് പാലക്കാട്, എൻ്റെ വീട് ഒറ്റപ്പാലമാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പോയില്ല. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ, തറവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വിശേഷം പറഞ്ഞ് കുതിരാനെത്തിയിട്ടാ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തൃശ്ശൂർ ടോൾ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ടോൾ കഴിഞ്ഞ ഉടനെ ഒരു കട ഉണ്ട്, ഒരു ചായക്കട. അപ്പോൾ അവിടെ കയറി ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ അവിടെ തിരക്കാറ് ഞങ്ങൾ കയറിയതുമില്ല. പിന്നെ ചായ കുടിച്ചിട്ട് ഇന്ന് പോകാമെന്ന് വെച്ചിട്ടൊരു കടയിലൊക്കെ ഇറങ്ങിയിട്ടോ. പിന്നെ ചായ കുടിക്കാൻ നിന്ന് ഞാൻ പിന്നെ എപ്പോഴും കോഫി കേട്ടോ, ഞാൻ പുറത്ത് പോയി എപ്പോഴും കോഫിയാണ് കുടിക്കുക. ഏട്ടനാണ് ചായയുടെ ആൾ, ഞാൻ കോഫിയുടെ ആളാണ്. പിന്നെ എനിക്കിങ്ങനെ വട്ടപ്പത്തിരിയും പിന്നെ ഏട്ടന് ഉഴുന്നുവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ നാടെത്തി എന്നറിയാൻ വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ പാടങ്ങൾ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ 2ാമത്തെ എത്തിയപ്പോൾ അത് പായസം വെക്കുകയായിരുന്നു കേട്ടോ. അവിടെ തന്നെ അടുപ്പ് കൂട്ടിയിട്ടാണ്, നമ്മൾ അമ്പലത്തിൻ്റെ അടുപ്പ് കൂട്ടിയിട്ടാണ് അവിടെ പായസം വെക്കുക. അപ്പോൾ നിവേദ്യത്തിക്കുള്ള ഏലക്കായ പൊടിക്കുകയാണ് കേട്ടോ എടുത്തിയമ്മ. അപ്പോൾ ഞാൻ എടുത്തിയമ്മയുടെ വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആളുടെ മുഖം കാണിക്കാത്തത്. പിന്നെ ഞാൻ പൊടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും വാങ്ങിച്ചിട്ട് ഏലക്കായ പൊടിക്കുകയാണ് കേട്ടോ. മൂത്ത എടുത്തിയമ്മയും വന്നിട്ടുണ്ട് കേട്ടോ പൂജയ്ക്ക്. പിന്നെ അവരും ചെറിയമ്മയും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പായസത്തിനുള്ള ശർക്കര പൊടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ, ഏലക്കായ പൊടിച്ച് കഴിഞ്ഞിട്ട്. 4 തരം നിവേദ്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഈ പൂജയ്ക്ക്. ഒന്ന് കടുമധുര പായസം, പാൽപ്പായസം, പിന്നെ പഞ്ചാമൃതം, പിന്നെ പച്ച എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടാക്കി. ഞാനത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഒന്നും ഇതില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് കാണുന്നതും കഴിക്കുന്നതും. അപ്പോൾ എൻ്റെ ശർക്കര പൊടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ എടുത്തിയമ്മ നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കടുമധുര പായസം ആട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇത് പഞ്ചാമൃതമാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശർക്കരയും പഴം കൂടി ഇടിച്ചിട്ടാണ് കേട്ടോ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. പിന്നെ കൽക്കണ്ടോ നെയ്യൊക്കെ ചേർക്കുക ചെയ്യുക. ഇവിടേക്കാണ് കേട്ടോ പൂജ കഴിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് ചെറിയച്ചന്മാരും ഒക്കെ വന്നായിരുന്നു കേട്ടോ പൂജയ്ക്ക്. അവരൊക്കെ എല്ലാ പ്രാവശ്യം വരുന്നതാണ്. പിന്നെ പൂജ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ചിക്കനൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെയുള്ള ഉള്ളിയൊക്കെ കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടന്മാരും എടുത്തിയമ്മളൊക്കെ വൈകിട്ടായപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഞാനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനുള്ള ഉള്ളിയും കറികളൊക്കെ നിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് അമ്മയുണ്ട്, പിന്നെ അപ്പുറത്ത് ഒരു ചുരവല്ലിപ്പെന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആളും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പാടെ ഇങ്ങനെ സംസാരിക്കായിരുന്നു, ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5 മാസം ആവാറായി കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അച്ഛൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടായിരുന്നു കേട്ടോ ഇവർ, ഈ ചുരവല്ലിപ്പെന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അച്ഛനുള്ള സമയത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടൻ്റെ അച്ഛൻ വയ്യാതെ അങ്ങനെ കിടക്കാനായിരുന്നു കേട്ടോ. പിന്നെ അച്ഛന് ഞങ്ങളുടെ കല്യാണം കാണുന്നത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഭാഗ്യം പോലെ ഞങ്ങളുടെ കല്യാണം കണ്ട് ഓണം കണ്ട് ചതയം ദിവസമായിട്ട് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ ഞങ്ങളുടെ കല്യാണം കണ്ടിട്ട് ഇപ്പോൾ 5 മാസം ആവുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ടും ഇപ്പോൾ ഏകദേശം 5 മാസം ആവുന്നു. ഏട്ടൻ്റെ അച്ഛൻ വലിയൊരു ദൈവഭക്തനായിരുന്നു കേട്ടോ. ആളായിരുന്നു ഇവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛന് വയ്യാണ്ടായപ്പോഴാണ് ഇവിടെ ഒരു അമ്മായിയുണ്ട്, വയസ്സായ ഒരു അമ്മായിയുണ്ട്. അപ്പോൾ ആളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വൈകുന്നേരം പലഹാരമായിട്ട് ഉണ്ടാക്കുക, ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനൊക്കെ രാത്രി ചോറാണ് കഴിക്കുക. എനിക്ക് രാത്രി പലഹാരം കഴിച്ചാൽ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. എനിക്ക് കുറച്ച് ചോറ് കഴിക്കണം. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും ചോറൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പുറത്ത് ചോറ് വയ്ക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഞാനും ഏട്ടനും അമ്മയും തന്നെ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. പിന്നെ ചെറിച്ചൻ്റെ വീട്ടിൽ കുറച്ച് കറി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. അവിടെ ഏട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ ചെറിച്ചൻ്റെ വീട്. പിന്നെ ചെറിച്ചൻ്റെ വീട് പോയി ചെറിച്ചനെ കണ്ടില്ല, ചെറിച്ചൻ കുളിക്കാതായിരുന്നു. അപ്പം ചെറിയമ്മനെ കണ്ടു. അപ്പോൾ എന്നാ ചെറിയമ്മ നമുക്കൊന്ന് പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചെറിയമ്മ നിൽക്കുന്ന ഇട്ടാ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സുമചേച്ചിയുടെ വീട്ടിൽ കൂടി പോയിട്ടൊന്ന് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ വീടെത്തിയപ്പോൾ അമ്മ ഫുഡ് കഴിക്കാതെ എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അമ്മ ഇവിടെ കഴിച്ചു. ഏട്ടൻ പുറത്തേക്കൊന്ന് പോയേക്കാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.